Hi viewers, ഇന്നത്തെ ഈ വിജയവേദി പരിപാടിയിലേക്ക് കേരള വിഷൻ പ്രേക്ഷകരെ ഇവരെയും തന്നെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തീർച്ചയായിട്ടും പരിചയപ്പെടാൻ പോകുന്ന ഒരു വ്യക്തി വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വ്യക്തി എന്ന് തന്നെ പറയാം. ബിക്കോസ് അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്ന ഇൻഡസ്ട്രി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ഒരു നല്ലൊരു ഫീൽഡാണ്. നമ്മൾ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും മനപ്രയാസം വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ കുറച്ചും കൂടി നേട്ടം വേണമെന്ന് വിചാരിക്കുമ്പോഴോ നമ്മൾ എത്തുന്നത് അസ്ട്രോളജറിൻ്റെ അടുത്താണ്. പക്ഷേ ഈ അസ്ട്രോളജിയിൽ തന്നെ ഇപ്പോൾ കുറേ കാലങ്ങൾക്ക് മുമ്പ് തൊട്ട് നമുക്ക് ചൈനീസ് അസ്ട്രോളജി ഫെൻഷുയി നല്ല ഫേമസ് ആയിട്ടും ഇന്ത്യയിൽ ഒത്തിരി പേര് ഫോളോ ചെയ്യുന്ന ഒരു അസ്ട്രോളജിക്കൽ സയൻസ് ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇവിടെ ട്രിവാൻഡ്രത്തിൽ നമ്മളൊരു വ്യക്തിനെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. ആ വ്യക്തി ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് നല്ലൊരു പുരസ്കാരം തെക്കൻ സ്റ്റാർ പുരസ്കാരം അദ്ദേഹം നേടിയിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹം ഫെൻഷുവിയിൽ നല്ല ഒരു പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായിരുന്നാലും ഈ അസ്ട്രോളജിനെ കുറിച്ചും ഈ അസ്ട്രോളജി സയൻസിനെ കുറിച്ചും അദ്ദേഹത്തിനോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഹി ഈസ് ദ ഡയറക്ടർ ഓഫ് തേജസ് ഫെൻഷുവി. മിസ്റ്റർ ഷാജി കെ നായരാണ് നമ്മുടെ അതിഥി. അദ്ദേഹത്തിനെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. ലൈക്ക് സാറിനെ പരിചയപ്പെടുന്ന മുമ്പ് വരെ എനിക്ക് പല ചോദ്യങ്ങളും അകത്തുണ്ടായിരുന്നു. ബിക്കോസ് ഫെൻഷുവി എന്ന് പറയുന്ന ഒരു അസ്ട്രോളജറിനെ ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല. മീൻസ് കേട്ടിട്ടുണ്ട്, ഇതിനെക്കുറിച്ച് സയൻസിനെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് കുറച്ച് അറിയാം. പക്ഷെ എങ്കിലും ഒരു അസ്ട്രോളജറിനെ മീറ്റ് ചെയ്യുന്നത് ഇന്നാണ്. അപ്പോൾ സാറിൻ്റെ പാരമ്പര്യം ഇത് അസ്ട്രോളജി തന്നെ ആയിരുന്നു. ഒരു 12 വർഷം കൊണ്ട് ജ്യോതിഷം തന്നെ നല്ല രീതിയിൽ നോക്കിക്കൊണ്ടിരുന്നു. ഈ കഴിഞ്ഞൊരു 5 വർഷത്തിന് ശേഷമാണ് ഞാൻ ഈ ഫെങ്ഷുയെ കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. അച്ഛനപ്പോൾ അസ്ട്രോളജർ ആയിരുന്നു? അച്ഛനല്ല, വല്യച്ഛൻ അസ്ട്രോളജറാണ്. ശബരിഗിരി KA ശാസ്ത്രി പേരുകേട്ട ഒരു അസ്ട്രോളജർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ കീഴിൽ നിന്നാണ് ഞാൻ ജ്യോതിഷം പഠിച്ചത്. നിങ്ങളുടെ അച്ഛൻ എന്തായിരുന്നു? അച്ഛൻ ഗവൺമെന്റ് സർവന്റ് ആയിരുന്നു. പക്ഷെ വലിയച്ഛന്റെ ആ ഒരു തൊഴിലാണ് നിങ്ങളെ അട്രാക്ട് ചെയ്തത്. അതെ അതെ. അപ്പൊ ജനിച്ച സ്ഥലം ഇവിടെ തന്നെയാണ്? ട്രിവാൻഡ്രം തന്നെയാണ്? ട്രിവാൻഡ്രം തന്നെയാണ് ജനിച്ചിട്ടുള്ളത്. പഠിച്ചത് മൊത്തം ഇവിടെ തന്നെ? ഇവിടെ കംപ്ലീറ്റ് പഠിച്ചത്. ഫെങ്ഷുയി പഠിച്ചത് ബാംഗ്ലൂരിൽ. ജീവിതത്തില് ബാല്യകാലങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ച് അങ്ങനെ വലിയ ബുദ്ധിമുട്ട്, കാരണം അച്ഛനൊരു ഗവൺമെന്റ് അല്ല, ആ രീതിയിലല്ല. നമ്മൾ ഒരു എസ്റ്റാബ്ലിഷ് ആവാൻ സെൽഫായിട്ട് ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവൂലേ? ഇപ്പൊ നമ്മൾ സാർ തന്നെ പറഞ്ഞു, സാർ ഒത്തിരി ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തു എന്ന്. അപ്പൊ അതിൽ തീർച്ചയായിട്ടും ഒരു ഇൻഡസ്ട്രിയിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. ശരിക്കും ഒന്നിനും ഫുള്ളായിട്ട് കോൺസെൻട്രേറ്റ്, കാരണം അതിനെ കുറിച്ചുള്ള ടേസ്റ്റ് കംപ്ലീറ്റ് മനസ്സിലാക്കിയിട്ട് ഈ
പഴയ ആൾക്കാർ പറയും പോലെ ഒരക്കര പച്ച എന്ന് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നല്ലോ, അതുകൊണ്ടൊന്ന് സ്ലിപ്പ് ചെയ്ത് അടുത്തതിൽ പോയിട്ടുണ്ട്. അങ്ങനെ ഒരു 8-9ഓളം ഇതിൽ മാറി മാറി വർക്ക്, വ്യത്യസ്ത ഇൻഡസ്ട്രിയിൽ വർക്ക് പക്ഷെ എങ്കിലും അസ്ട്രോളജി ആ സമയത്തൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അസ്ട്രോളജിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വക ജോലികളൊക്കെ ചെയ്യുന്നത്. അല്ല, അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കണ്ടേ, അത് ശരി. അതിനറിഞ്ഞിരിക്കണമല്ലോ. അതിനെക്കുറിച്ച് ഒരാളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നതാണെന്ന് പറയാമല്ലോ. അപ്പൊ നമ്മുടെ ഇന്ത്യൻ സയന്റിഫിക് അസ്ട്രോളജി, നമ്മുടെ ട്രഡീഷണൽ അസ്ട്രോളജി, അത് ആരുടെ അടുത്തുനിന്നാണ്? വലിയച്ഛൻ്റെ അടുത്തുനിന്ന്? വലിയച്ഛൻ്റെ അടുത്തുനിന്ന് മാത്രമാണ്. പിന്നെ ഈ പൂജ, ചെറുതായിട്ട് പൂജയൊക്കെ പഠിച്ചിട്ടുണ്ട്. എൻ്റെ ഗുരു മധുസൂദൻ എന്ന് പറയുന്ന എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ ഗുരുവാണ്. നമ്മുടെ ട്രഡീഷണൽ അസ്ട്രോളജി എത്ര വർഷമാണ് നിങ്ങൾ ചെയ്തത്? അത് ഇപ്പോൾ 13ാമത്തെ വർഷമാണ്. ഞാനിപ്പം കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഫെങ്ഷിയാണ്. 13 വർഷം എങ്കിലും അതും ചെയ്യുന്നുണ്ടോ? നമ്മുടെ അസ്ട്രോളജി ഇച്ചിരി നോക്കാറുണ്ട്, നിമിത്ത ലക്ഷണങ്ങളും നോക്കാറുണ്ട്. അതും രണ്ടും കൂടെ മിക്സ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാലേ പറ്റും. ഇപ്പൊ ഈ ഫെങ്ഷുവി തുടങ്ങിയിട്ട് എത്ര വർഷങ്ങളായി എക്സാക്ട് ആയിട്ട്? ഈ ഫീൽഡിൽ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ട് 5 വർഷമായി. 5 വർഷമായി. അപ്പൊ അതിന് മുന്നതായിട്ടാണ് ബാംഗ്ലൂരിൽ പഠിക്കുന്നത്? ബാംഗ്ലൂർ പഠിക്കുന്നത്. മിനി രാജീവാണ് എൻ്റെ ഗുരു. അപ്പൊ വളരെ ഫേമസ് ആയ ഒരു ഗുരുവിന്റെ ശിക്ഷനാണ്. ആൻഡ് ലൈക്ക് ഫെൻഷുവി എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും അറിയുന്ന 1-2 കാര്യങ്ങൾ മാത്രമാണ്. നമുക്ക് ലോഫിംഗ് ബുദ്ധ, അല്ലെങ്കിൽ തന്നെ ഈ കാറ്റത്ത് പറക്കുന്ന വിൻചിം. സോ ഈ സാധനങ്ങളാണ് നമ്മൾ പൊതുവേ ഈ ചൈനീസ് ഫെൻഷുവി, പിന്നെ ഒരു എന്താ പറയുക, ബാംബൂസിന്റെ ഒരു 4-5 സ്റ്റിക്കിന്റെ ഒരു കട്ടായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പൊ നമ്മൾ ചെല്ലുന്ന ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിലടക്കം അത് ആ കൗണ്ടറിൽ വെച്ച് അവർ വിൽക്കാറുണ്ട്. പക്ഷെ നമുക്ക് ഫെൻഷുവി എന്ന് പറയുന്നത് ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് നോളജ് ഇല്ല. ഈ ഫെൻഷുവി സയൻസ് എന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ള രോഗങ്ങളെ മാറ്റാനാണോ, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആണ് ഇതിൽ ചെയ്യുന്നത് നിങ്ങൾ? ശരിക്കും ഈ ഫെങ്ഷി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം വരുന്നത് കാറ്റും ജലവും എന്ന് മാത്രമാണ്. കാരണം നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പിന് തന്നെ ഈ രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ. വായുവും വേണം, ജലവും വേണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതിൽ ഈ രണ്ടിൻ്റെയും ഈ ഈക്വലായിട്ടുള്ള നിലനിൽപ്പാണ് ഫെങ്ഷിയിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. ഒരു എനർജി ബാലൻസിങ്, നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഇതിൽ ഇപ്പം മാഡം നേരത്തെ പറഞ്ഞു ലാഫിംഗ് ബുദ്ധ കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞു, ബാംബു, ഈ വിൻചെയിംസ്, ഇതൊക്കെ. ഇത് മാത്രമല്ല ഫെങ്ഷുയിൽ മെയിനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇതിനകത്ത് വേറെയും പല പല ടൂൾസുകളുണ്ട്.